AD 492 ഇറ്റലിയിലെ അബുലിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗാർഗാനോ മല. അപകടകരവും ഭീതിജനകവുമായ സ്ഥലമായിരുന്നു അത്. എന്തൊക്കെയോ ചില നിഗൂഢതകൾ അവിടെയുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. ദൈവത്തിന്റെ രഹസ്യ സ്ഥലം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചിരുന്നതും. അക്കാരണത്താൽ തന്നെ സാധാരണക്കാർ ആരും അവിടേക്ക് കടന്നു ചെല്ലാറുണ്ടായിരുന്നില്ല. പക്ഷേ അന്നേ ദിവസം ആ ഇടയന് അവിടേക്ക് പോകാതിരിക്കാനാവില്ലായിരുന്നു. കാരണം മേയാൻ വിട്ടിരുന്ന അയാളുടെ ഒരു കാളയെ കാണാനില്ല. കാള ആ മലയിലേക്ക് പോയെന്ന ധാരണയാൽ അയാൾ പേടിച്ച് വിറച്ചാണെങ്കിലും മല കയറാൻ ആരംഭിച്ചു. ഭാഗ്യം, അവിടെയുള്ള ഒരു ഗുഹയിൽ അയാൾ കാളയെ കണ്ടെത്തി. എന്നാൽ അകത്തേക്ക് കയറി കാളയെ പിടിച്ചുകൊണ്ട് വരുവാൻ അയാൾക്ക് പേടി തോന്നിയതിനാൽ അയാൾ കാളയെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി അതിൻ്റെ നേരെ അമ്പെയ്തു. അമ്പ് കൊള്ളുമ്പോൾ കാള തിരിഞ്ഞോടുമെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. അത്ഭുതകരമെന്ന് പറയട്ടെ, കാളയെ പരിക്കേൽപ്പിക്കാതെ അമ്പ് തിരികെ അയാളുടെ നേരെയാണ് പാഞ്ഞു വന്നത്. അയാൾ പേടിച്ചോടിച്ചെന്ന് ഇക്കാര്യങ്ങളെല്ലാം വൈദികനെ അറിയിച്ചു. തങ്ങൾ കരുതുന്നത് പോലെ ആ സ്ഥലത്തിനും ഗുഹയ്ക്കും ദൈവിക പരിവേഷമുണ്ടെന്ന് കരുതിയ വൈദികൻ മിത്രാനെ വിവരം ധരിപ്പിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് അവിടെ പ്രാർത്ഥനയും ഉപവാസവും ആരംഭിച്ചു. അങ്ങനെയൊരു ദിവസം അവരുടെ മുമ്പിൽ മുഖ്യദൂതനായ മിഖായേൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മുഖ്യദൂതനായ മിഖായേലാണ്. ഞാൻ എപ്പോഴും ദൈവസന്നിധിയിലാണ്. ഗുഹ എനിക്ക് പവിത്രമാണ്. ഈ സ്ഥലത്തെയും ഭൂമിയിലെ അതിലെ നിവാസികളെയും സംരക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചതിനാൽ ഈ സ്ഥലത്തിൻ്റെയും അതിൽ നടക്കുന്ന എല്ലാത്തിൻ്റെയും രക്ഷാധികാരിയും സൂക്ഷിപ്പുകാരനുമായി ഞാൻ ഉണ്ടെന്ന് ഈ രീതിയിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥലം എൻ്റേതാണ്. എന്നെ ഇവിടെ ദൈവം നിയോഗിച്ചതാണ്. മനുഷ്യരുടെയും സഭയുടെയും സംരക്ഷണത്തിനായി ഞാൻ ഇവിടെ നിലകൊള്ളും. ഇവിടെ പ്രാർത്ഥനയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും. അതിനാൽ മലയിൽ പോയി ഗുഹ ക്രിസ്തീയ ആരാധനയ്ക്കായി സമർപ്പിക്കുക. എന്നാൽ മുഖ്യദൂതന്റെ വാക്കുകൾ അനുസരിക്കാൻ ബിഷപ്പ് തയ്യാറായില്ല. വിജാതീയ ആരാധനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇതെന്നതിനാലും ഇത്രയും ഉയരത്തിൽ ആളുകൾക്ക് എത്തിച്ചേരുക എന്നത് ദുഷ്കരമായതിനാലുമാണ് അദ്ദേഹം ഇവിടെ ആരാധനാലയം പണിയാൻ വിസമ്മതിച്ചത്. ഈ സമയം നേപ്പിൾസിൽ നിന്നുള്ള പുറംജാതിക്കാർ ഇവിടം ഉപരോധിക്കുകയും ജനങ്ങൾ ഭയവിഹ്വലരായി തീരുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ബിഷപ്പ് ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്തു. 3-ാം ദിവസത്തെ പ്രാർത്ഥനയിൽ മിഖായേൽ പ്രത്യക്ഷപ്പെടുകയും ശത്രുക്കളെ തുരത്തി ഓടിക്കുകയും ചെയ്തു. ഇതിനുശേഷം പശ്ചാത്താപ വിവശനായ മെത്രാൻ മിഖായേൽ മാലാഖ പറഞ്ഞതനുസരിച്ച് ഗ്രോട്ടോയെ ഒരു ദേവാലയമായി സമർപ്പിക്കുന്നതിന് പുറപ്പെട്ടു. പുരോഹിതരും ജനങ്ങളും ആ ഘോഷയാത്രയിലുണ്ടായിരുന്നു. കൊടും ചൂടുള്ള അവസരമായിരുന്നു അത്. ഈ സമയം വെയിൽ അവരുടെ മേൽ പതിക്കാതിരിക്കാനായി കഴുകന്മാർ അവർക്ക് മീതെ ചിറകു വിരിച്ച് വെയിലിൽ നിന്ന് കാത്തുവെന്നും കഥയുണ്ട്. അതെന്തായാലും ഗ്രോട്ടോയുടെ മുന്നിലെത്തിയപ്പോൾ അവർക്ക് മുമ്പിൽ മിഖായേൽ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിർമ്മിച്ച ബസിലിക്ക പ്രതിഷ്ഠിക്കേണ്ടത് നിങ്ങളല്ല, അതെന്റെ കടമയാണ്. അതുകൊണ്ട് ദേവാലയം ഞാൻ തന്നെ പ്രതിഷ്ഠിച്ചു. ഇനി നിങ്ങൾ അകത്തുപോയി എന്റെ സംരക്ഷണം അനുഭവിക്കൂ എന്നായിരുന്നു മാലാഖ അവരോട് പറഞ്ഞത്. അകത്തേക്ക് കയറിയ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഒരു ബലിപീഠം അതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ മിഖായേലിന്റെ കാൽപ്പാടുകൾ അവിടെയുള്ള പാറയിൽ പതിഞ്ഞിട്ടുമുണ്ടായിരുന്നു. വിശുദ്ധ മൈക്കിളിന്റെ ആ ഗ്രോട്ടോയിൽ അന്ന് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. ഒരു മെത്രാന്റെ അല്ലെങ്കിൽ ഒരു വൈദികന്റെ കരങ്ങളാൽ സമർപ്പിക്കപ്പെടാത്ത ഒരേ ഒരു ദേവാലയമായും ലോകത്തിലെ തന്നെ ആദ്യമായി മിഖായേൽ മാലാഖയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദേവാലയമായും ഇത് മാറുകയായിരുന്നു. മുഖ്യദൂതനായ മിഖായേലിന് സമർപ്പിച്ചിരിക്കുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന മോണ്ടി സാൻ ആഞ്ചലോയുടെ ഭാഗമായ സാന്റുവാരിയോ ഡി സാൻ മിഷേൽ അർക്കഞ്ചലോ അഥവാ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ സങ്കേതം എന്ന ദേവാലയവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിരവധി കഥകളിൽ ഒന്നാണിത്. മിഖായേൽ മാലാഖ 3 തവണ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പൊതു പാരമ്പര്യം. എങ്കിലും മറ്റു ചില സന്ദർഭങ്ങളിലും മിഖായേൽ പ്രത്യക്ഷപ്പെട്ടതായി വേറെയും ചില കഥകളുണ്ട്. 1656 മിഖായേൽ മാലാഖയുടെ 4ാമത്തെയും അവസാനത്തേതുമായ പ്രത്യക്ഷീകരണം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയെ ഭീകരമായ മഹാമാരി പിടികൂടിയപ്പോഴും ആയിരങ്ങൾ ദിനംപ്രതി മരിച്ചു വീണുകൊണ്ടിരുന്ന ഭീതിതമായ ആ സാഹചര്യത്തിലും മിഖായേൽ മാലാഖയോട് വിശ്വാസികൾ മധ്യസ്ഥത്തിനായി പ്രാർത്ഥിച്ചത്.
എന്റെ പേരിൽ വിശ്വാസത്തോടെ അഭയം പ്രാപിക്കുന്നവർ രക്ഷപ്പെടുമെന്നായിരുന്നു മിഖായേൽ മാലാഖ തന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ അവർക്ക് മറുപടി നൽകിയത്. ഗാർനോയിലെ ഗുഹയിൽ കല്ലിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ MA എന്നീ അക്ഷരങ്ങൾ കൊത്തിവെക്കണമെന്നും ഈ കല്ലുകൾ ഭക്തിപൂർവം കൈവശം വയ്ക്കുന്ന ഏതൊരാളും സുരക്ഷിതനായിരിക്കുമെന്നും മാലാഖ അറിയിച്ചു. തുടർന്ന് മഹാമാരി നിലയ്ക്കുകയും ജനജീവിതം സാധാരണ നിലയിലായി തീരുകയും ചെയ്തു. ഇതേ തുടർന്ന് ആരോഗ്യത്തിനും രോഗശാന്തിക്കും വേണ്ടി മിഖായേൽ മാലാഖയോടുള്ള മധ്യസ്ഥം തേടി തീർത്ഥാടകർ ഇവിടേക്ക് യാത്ര ആരംഭിച്ചു. വൈകാതെ ഇവിടം തീർത്ഥാടന കേന്ദ്രമായി പരിണമിക്കുകയായിരുന്നു. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത്, ക്ലെയർവോസ്കിലെ വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ തോമസ് അക്വീനാസ്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്നിവരെല്ലാം ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ട്. ഇതിൽ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള കഥ അല്പം വ്യത്യസ്തമാണ്. മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയിൽ പ്രവേശിക്കാൻ യോഗ്യനല്ലെന്ന് തോന്നിയതിനാൽ അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചില്ലെന്നും പ്രാർത്ഥനാ കവാടത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയെന്നുമാണ് കഥ. കല്ലിൽ ചുംബിച്ച വിശുദ്ധൻ അവിടെ ടാവു കുരിശിന്റെ അടയാളം കൊത്തുകയും ചെയ്തു അത്രേ. പാദ്രപ്പിയോയാണ് ഈ പുണ്യസ്ഥലത്തോട് ഭക്തിയുണ്ടായിരുന്ന മറ്റൊരു വിശുദ്ധൻ. പാദ്രോപ്പിയോ താമസിച്ചിരുന്നതും മരിച്ചതുമായ ജിയോവാനി റൊട്ടോണ്ടോയിലെ സന്യാസാശ്രമത്തിൽ നിന്ന് വളരെ അകലെയല്ല ഈ ദേവാലയം. പാപത്തിനെതിരായ പോരാട്ടത്തിൽ പ്രധാന ദൂതന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ പശ്ചാത്താപത്തോടെ മല കയറാൻ അദ്ദേഹം തന്റെ അടുക്കൽ വരുന്നവരോട് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. ആരാധനാ കലണ്ടറിൽ വിശുദ്ധ മിഖായേലിന്റെ നാമത്തിൽ 2 തിരുനാളുകൾ ആചരിക്കുന്നു. സെപ്റ്റംബർ 29-നും മെയ് 8-നും. ഇതിൽ മെയ് 8-നാണ് ഇറ്റലിയിലെ മോണ്ടോ ഗാർഗാനോയിലെ മിഖായേലിന്റെ തിരുനാൾ ആചരിക്കുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം റോമൻ കലണ്ടറിൽ നിന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള തിരുനാൾ നീക്കം ചെയ്തു. എങ്കിലും ഇന്നും ലോകത്തിലെ വിവിധ രൂപതകളിൽ ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. മധ്യകാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ്.